എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. BSc നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള എല്ലാ അലോട്ട്മെൻറ്റ്സും ഇപ്പോൾ ആക്റ്റീവായി ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. LBS മാത്രമായിരുന്നു ഇതുവരെ നിലവിൽ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിച്ചിരുന്നത്, അതേപോലെ തന്നെ CPAS ആപ്ലിക്കേഷനും. അപ്പോൾ ഇപ്പോൾ നമുക്ക് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ആയിട്ടുള്ള PNC MAC AMCS FNCക്ക് പോലുള്ള അലോട്ട്മെൻറ്റും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ LBSൻ്റെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസിൽ നമുക്കിനി ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല. നിലവിലിപ്പോൾ ഇൻഡെക്സ് സ്കോറാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ബാക്കി ഡീറ്റെയിൽസ് ഉടനെ തന്നെ LBSൻ്റെ സൈറ്റിൽ നെക്സ്റ്റ് വരുന്നത് റാങ്ക് ലിസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. അത് വരുന്ന സമയത്ത് എന്തായാലും വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ നോക്കുന്നത് നഴ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള മാനേജ്മെൻറ്റ് അസോസിയേഷൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് അലോട്ട്മെൻ്റ് ആണ് PNC MAC അതേപോലെ തന്നെ AMCS FNCക്ക്. അപ്പോൾ നിങ്ങൾ LBS അപ്ലൈ ചെയ്ത കുട്ടികളാണെങ്കിലും ഈ രണ്ട് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരെണ്ണം കൂടെ നിങ്ങൾ അപ്ലൈ ചെയ്തിടുക. കാരണം LBSൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്കറിയാം, മാർക്ക് ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ വളരെയധികം ടഫായിട്ടുള്ള ഒരു അലോട്ട്മെൻ്റ് ആയിരിക്കും. അതിൽ എല്ലാ കുട്ടികൾക്കും പൊതുവേ നമുക്ക് ഒരു 80% ബിലോ അല്ലെങ്കിൽ ഒരു 90% ഒക്കെ ബിലോ വരുന്ന കുട്ടികൾക്ക് മെറിറ്റ് സീറ്റുകൾ ലഭിക്കാൻ വളരെയധികം പോസിബിലിറ്റി കുറവാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇതുപോലുള്ള മറ്റുള്ള മാനേജ്മെൻറ്റ് അസോസിയേഷനും കൂടെ നിങ്ങൾ അലോട്ട്മെൻറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ LBS കിട്ടിയിട്ടില്ലെങ്കിലും ഈ അലോട്ട്മെൻറ്റ് ഏതെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ PNC MACൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ 47 അതായത് 47 കോളേജുകളാണ് അതിനകത്തുള്ളത്. പക്ഷേ നമുക്ക് 10 കോളേജ് മാത്രമാണ് ഓപ്ഷൻസ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ 10 കോളേജുകളും നിങ്ങൾ ആപ്ലിക്കേഷൻ സമയത്ത് തന്നെ ഓപ്ഷൻ കൊടുക്കേണ്ടതാണ്. AMCS FNCയുടെ കാര്യമാണെങ്കിൽ നമുക്ക് 35 കോളേജുകളാണ് ടോട്ടൽ വരുന്നത്. അതിൽ 15 ഓപ്ഷൻസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നതും 1200 രൂപയാണ്. അപ്പോൾ PNC MACും AMCS FNCക്ക് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള പ്രോസ്പെക്റ്റ് ഡൗൺലോഡ് ചെയ്ത് അത് കറക്റ്റായിട്ട് വായിക്കാം. അപ്പോൾ ഓരോ വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ ബെനിഫിറ്റ് ആവുന്നത് ഇതിലേതെങ്കിലും ഒരു അലോട്ട്മെൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ PNC MACൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് CBSE കുട്ടികൾക്കാണ്. മറ്റുള്ള ബോർഡിൽ പഠിച്ച കുട്ടികൾ, ഇപ്പോൾ CBSE ICSE കുട്ടികൾക്കൊക്കെ ബോണസ് ആയിട്ട് 5 മാർക്ക് നിങ്ങൾക്ക് അഡീഷൻ ആയിട്ട്, ഇപ്പോൾ ടോട്ടൽ മാർക്ക് ഇത് രണ്ടും കൂട്ടുന്നത് 400ലേക്കാണ് ഇൻഡെക്സ് മാർക്ക്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് ഈ 4 സബ്ജക്റ്റിൻ്റെ ഇൻഡെക്സ് മാർക്കാണ് അവർ നോക്കുന്നത്. അപ്പോൾ ആ ഒരു ഇൻഡെക്സ് മാർക്ക് പ്ലസ് നിങ്ങൾക്ക് അഡീഷൻ ആയിട്ട് ഒരു 5 മാർക്കും കൂടെ ബോണസ് ആയിട്ട് ലഭിക്കുന്നതാണ്. അത് ഇൻ കേസ് ഓഫ് CBSE സ്റ്റുഡൻസിനാണ്. അപ്പോൾ നമ്മൾ കേരള സ്റ്റേറ്റിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 90 മാർക്കുള്ള കുട്ടികളും ഇപ്പോൾ 90 മാർക്ക് CBSEയിൽ വാങ്ങിയിട്ടുള്ള കുട്ടികൾക്കും ഏറ്റവും ബെനിഫിറ്റ് കിട്ടുന്നത് CBSE കുട്ടികൾക്കായിരിക്കും. ഈ 90 എന്നുള്ളത് 95 മാർക്കായിട്ടായിരിക്കും ഇതിൽ പരിഗണിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് CBSE കുട്ടികൾക്ക് PNC MAC ആയിരിക്കും ഒന്നുകൂടെ ഉചിതം. ഇനി AMCS FNCയുടെ കാര്യം പറയുകയാണെങ്കിൽ ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ വരുന്ന കുട്ടികൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി വരുന്നത്. അപ്പോൾ രണ്ട് അലോട്ട്മെൻറ്റും ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതിൽ അപ്ലൈ ചെയ്താലായിരിക്കും നിങ്ങൾക്ക് റിസർവേഷൻ കൂടുതൽ കിട്ടുന്നത്, ആ ഒരു അലോട്ട്മെൻറ്റ് നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ LBSൻ്റെ കാര്യമാണെങ്കിലും മാർക്ക് ഒരു വലിയൊരു കാര്യമാണ്. കാരണം നമുക്ക് 300ലേക്കാണ് ഇൻഡെക്സ്. പിന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ അപ്ലൈ ചെയ്യുന്നത് LBS അലോട്ട്മെൻ്റ് ആണ്. അപ്പോൾ LBSും മറ്റുള്ള ഈ ഒരു അസോസിയേഷനും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് മെറിറ്റ് സീറ്റ് LBS വഴി മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ മാനേജ്മെൻറ്റ് സീറ്റ്, അപ്പോൾ അത് LBSൽ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും ഈ PNC MACലും AMCS FNCയിൽ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് സീറ്റ് കിട്ടിക്കഴിഞ്ഞാലും ഫീസൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് അലോട്ട്മെൻറ്റ് നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. എന്തായാലും LBS അപ്ലൈ ചെയ്യുന്നതോടുകൂടെ ഇതിൽ ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റും കൂടെ നിങ്ങൾ ചൂസ് ചെയ്യുക. സോ ഈ 3 അലോട്ട്മെൻറ്റ്സിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ ഡിസ്ക്രിപ്ഷനകത്ത് നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടേക്ക് കെയർ.